എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധ്യാന ശ്ലോകം ചൊല്ലുന്നത്? പൊതുവെ ആചാര്യന്മാർ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഭഗവത്ഗീത നോക്കിയാൽ അതിലൊരു ധ്യാന ശ്ലോകമുണ്ട്, ഓ ഭർത്തായ പ്രതിബോധിത എന്നുള്ളത്. നമ്മൾ ലളിതാ സഹസ്രനാമം എടുത്തു നോക്കിയാൽ അതിൽ ഒരു ധ്യാന ശ്ലോകമുണ്ട്. വിഷ്ണു സഹസ്രനാമം എടുത്തു നോക്കിയാൽ ഉണ്ട്. അതുപോലെ തന്നെ ആദിത്യ ഹൃദയ മന്ത്രം എടുത്തു നോക്കിയാൽ അതിലും കാണും. എന്നാൽ ഇതൊക്കെ ശരിക്ക് അത് ഉപദേശിച്ചു കൊടുത്ത സമയത്തുള്ളതാണോ ഈ ധ്യാന ശ്ലോകം നോക്കിയാൽ? ആദിത്യ ഹൃദയ മന്ത്രം അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്ര സ്വാമിക്ക് യുദ്ധഭൂമിയിൽ വെച്ച് പറഞ്ഞു കൊടുത്തതാണ്. ആ സമയത്ത് ഈ ധ്യാന ശ്ലോകം ഇല്ല. ഭഗവത്ഗീതയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തതാണ്. ആ സമയത്ത് നമുക്ക് ഈ ധ്യാന ശ്ലോകം കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ എപ്പോഴാണ് ഈ ധ്യാന ശ്ലോകം വന്നിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ ഒരു ഉദ്ദേശം? ആരാണ് ധ്യാന ശ്ലോകം എഴുതി ചേർത്തത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എന്തിനാണ് ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലുകയെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ രാവിലെ എന്തൊക്കെ ജോലികൾ കഴിഞ്ഞിട്ടാണ്, തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക അല്ലേ. ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ കാലമായതുകൊണ്ട് എൻ്റെ സഹോദരൻ, ഭാര്യ അവരൊക്കെ വന്നിട്ടുണ്ട്. ഇളയ മോളുണ്ട്. രാവിലത്തെ നല്ലതുപോലെ തിരക്കുകൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് പട്ടാമ്പിയിലാണ് രാത്രി 7:30 പ്രഭാഷണം. അപ്പോൾ അവരെ വിളിക്കണം, അവരുടെ ലൊക്കേഷൻ മാപ്പ് ചോദിക്കണം. അവിടെ നിന്ന് എൻ്റെ മോള് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രി 1 മണി വരെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. വരുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്ന് ഇതെല്ലാം വിളിച്ചും കാര്യങ്ങൾ, പല ഫോൺ വരും, ഓഫീസ് കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ. ഭൗതികമായിട്ടുള്ള ഇടപെടലുകൾ നമുക്കില്ലാതെ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നിരുന്നാലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവത് കഥകൾ പറയുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് എന്തു വേണം? ആദ്യം എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് ഏകാഗ്രപ്പെടണം അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ മനസ്സിനെ ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും അടർത്തി മാറ്റി ഭഗവാങ്കലേക്ക് കൊണ്ടെത്തിക്കുന്നതിനായിട്ടാണ് ഈ ധ്യാന ശ്ലോകം നമ്മൾ ചൊല്ലുന്നത്. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.